ഹായ് മുത്തുമണികളെ, ഇന്ന് നമുക്ക് ഫിഷ് ടാങ്ക് വല്ലതും കണ്ടിട്ടോ. വീടിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് കേട്ടോ. പണ്ട് ഞങ്ങൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ട് ഒരു ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തതാണ്. ചേട്ടൻ ഞാനൊക്കെ കൂടി തുടങ്ങി വെച്ചാണ്. പക്ഷേ അന്ന് കുറേ മീനുകളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഒന്നും ഇല്ലട്ടില്ല. ഇപ്പോൾ അന്ന് മേടിച്ചതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ഇതിൽ ഐറ്റങ്ങളെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് കാണുള്ളൂ. ആളനൊക്കെ വന്നാൽ അപ്പം ഐറ്റങ്ങൾ ഉള്ളിൽ കയറിപ്പോവും. താണ്ടത് അവിടെ കുറച്ചൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാട്ടാ. കേട്ടാ കടാ ഈറ്റങ്ങൾ ഇതിൽ ഫുഡ് കൊടുത്തിരിക്കുന്ന കുഴപ്പമില്ല. ഓട്ടോമാറ്റിക് കിടന്ന് ഫുഡ് അടിച്ച് തിന്നുന്നുണ്ട്. ഇനി ഇത് കാണാത്ത ആമലകളൊക്കെ ചേച്ചിട്ട് വീണ്ടപ്പോൾ അവിടെ പക്ഷേ പാടത്തിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കേട്ടാ. ചെള്ളയെ മാത്രം വളരെ നന്നായി എൻ്റെ വിചാരം. പക്ഷേ ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ വിരിഞ്ഞ് വരാറുണ്ട്. കാണാൻ രസമാണ്. അതെ, ഇങ്ങനെ ഇരിക്കും കണ്ട. നല്ല രസമാണ് കണ്ട് രസിച്ചിരിക്കുക. ഇവിടെ വന്നാൽ കുറച്ച് മീനുകളൊക്കെ മേടിച്ചിടണം. മീനുള്ള വേറൊരു ടാങ്ക് കാണിച്ചു തരാം. ഇതിലിട്ടിക്കണത് ഗൗരിയാണ്. ഗൗരി എടുത്തു പറഞ്ഞാ എന്നാലും സുന്ദരിയാട്ടാ. ഇവൻ്റെ മെയിൻ ഫുഡ് എന്ന് വെച്ചാൽ ചെമ്പരത്തിയിലാണ്. എല്ലാ ദിവസവും 2 ചെമ്പരത്തി ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കും. ചെമ്പരത്തി ഇലല്ല, ചെമ്പരത്തി പൂ. ചെക്കൻ അടിക്കുന്ന ആയിക്കോട്ടെ. അതിനോട്ട് സാമ്പിൾ അടിത്തരാം. ഇട്ടപ്പം തന്നെ അടിച്ചുകൊണ്ട് പോവും. നേരെ കൊതിയാണ് ചെമ്പരത്തി. ആയിക്കോട്ടെ. ചേമ്പലൊക്കെ തിന്നും. ചേമ്പലിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇല്ല. 2 മിനിറ്റ് വേണ്ട, അതിനുള്ളിൽ തന്നെ ഒരു ചെമ്പരത്തി ഫുള്ളായിട്ട് തിന്ന് തീർക്കുക. ഭയങ്കര വിശപ്പാ. സാധാ ഫുഡൊക്കെ കൊടുക്കണ ഓർമ്മ ഉണ്ടാവുള്ളൂ. എൻ്റെ അമ്മ വേറൊരാളും കൂടി ഉണ്ട്. അയാളെ നമുക്ക് കാണിച്ചു തന്നില്ല കേട്ടാ. അതെ, ഇതാണ് മുതൽ. സൈലൻ്റാണ്. ഇടയ്ക്കിട്ടൊന്ന് പൊട്ടി തെറിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിനെ കൊണ്ട്. രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. അപ്പം ഇനി പിന്നെ കാണാം.